പരിസ്ഥിതി ഞായറാഴ്ചയായിട്ടാണ് ദക്ഷിണേന്ത്യ സഭ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. ജൂൺ മാസം 5-ാം തീയതി ലോകമെമ്പാടും അഖില ലോക പരിസ്ഥിതി ദിനം വളരെ കാര്യമായ രീതിയിൽ ആചരിക്കുകയുണ്ടായി. മാത്രമല്ല, ദക്ഷിണേന്ത്യ സഭ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ധ്യാനങ്ങളും അതുപോലെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവയർനെസ് ബോധവൽക്കരണ പരിപാടികളുമൊക്കെ നടത്തി ലോകത്തിൻ്റെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് 2021 പരിസ്ഥിതി ദിനത്തിന് വളരെയേറെ പ്രത്യേകത ഞാൻ കാണുകയാണ്. കഴിഞ്ഞ വർഷവും അതുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത് ലോക്ക്ഡൗണിലാണ്. പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത് ലോക്ക്ഡൗണിലാണ്. ഇന്നത്തെ ചിന്താവിഷയവും നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വിഷയമാണ്. ക്രിയേഷൻ പ്രൊക്ലെയിംസ് ഗ്ലോറി ഓഫ് ഗോഡ്. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു, വർണ്ണിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യവുമായി ബന്ധപ്പെട്ടാണ് ഈ തീം വന്നിട്ടുള്ളത്. സർവ്വ സൃഷ്ടിയും ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളിൽ മനുഷ്യൻ എന്നൊരു സൃഷ്ടി ലോക്ക്ഡൗണിലാണ്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലും ഈ പരിസ്ഥിതി ദിനത്തിലും മനുഷ്യൻ ലോക്ക്ഡൗണിലും പ്രപഞ്ചം, റെസ്റ്റ് ഓഫ് ദ ക്രിയേഷൻ ഒരു വ്യത്യാസവുമില്ലാതെ ദൈവത്തെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വൈരുദ്ധ്യത്തിലാണ് നാം ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. മനുഷ്യൻ ക്രൗൺ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ മകുടം എന്നായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞു വന്നിരുന്നത്. ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, ഏറ്റവും മികച്ച സൃഷ്ടി, സൃഷ്ടിയുടെ ഏറ്റവും മകുടമായിരിക്കുന്ന മനുഷ്യൻ. ക്രൗൺ എന്ന് പറയുമ്പോൾ കിരീടമാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും കിരീടമായി നിൽക്കുന്നത് മനുഷ്യനാണ് എന്നൊരു ധാരണ മനുഷ്യർക്കുണ്ടായിരുന്നു. ഈ കിരീടം വെക്കണമെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കോസ്മിക് ബോഡി, ഒരു ശരീരം ആവശ്യമാണല്ലോ. ഈ ശരീരം, കോസ്മിക് ബോഡി, പ്രപഞ്ചം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയും ഈ കിരീടത്തെ ലോക്ക്ഡൗണിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ മനുഷ്യരാണ് നാം എന്ന് തോന്നിപ്പോവുകയാണ്. ഈ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന ചിന്ത ഈ കോവിഡ് കാലത്ത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. COVID-19 എന്ന രോഗത്തിന് കാരണമായ വൈറസിനെ നാം വിളിക്കുന്നത് കൊറോണ എന്നാണ്. ഈ കൊറോണ കോറനേഷനുമായി കണക്റ്റഡ് ആയിട്ട് വന്നതാണ്. കൊറോണ എന്ന വാക്ക്, കൊറോണ എന്ന നാമധേയം ആ വൈറസിന് ലഭിക്കാനുള്ള കാരണം അതിൻ്റെ ഷേപ്പ് ക്രൗൺ പോലെയാണ്, കിരീടം പോലെയാണ്. കിരീടം പോലെയുള്ള വൈറസിനെ കൊറോണ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആർ വി ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, കുറച്ചുകൂടെ കൊറോണ എടുത്തു കഴിഞ്ഞാൽ, ഓർ ആർ വി കൊറോണ ഓഫ് ക്രിയേഷൻ? ഈ ക്രിയേഷന്റെ ഒരു കൊറോണയാണോ അതോ ക്രൗൺ ആണോ എന്ന് തിരിച്ചറിയുവാൻ ഈ പരിസ്ഥിതി ദിനത്തില് നമുക്ക് ഒന്ന് ശ്രമിക്കാം. സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തില് ആരംഭം തന്നെ എങ്ങനെയാണ്? ഈ തീം തന്നെയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലുണ്ട്, രാത്രിയുണ്ട്, ഭൂമി എല്ലായിടവും ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നത് കാണുന്നുണ്ട്. ഭൂതലത്തിന്റെ അറ്റത്തോളം വചനം ചെല്ലുന്നുണ്ട്. ഉദയമുണ്ട്, അസ്തമയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർണ്ണിച്ചതിന് ശേഷം ദാവീദ് മനുഷ്യനിലേക്ക് ചുരുങ്ങുകയാണ്. മനുഷ്യനോട് ചുരുങ്ങിയിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം വല്ലതും വായിച്ചു പഠിച്ചാൽ അല്പബുദ്ധികളെ നിങ്ങൾക്ക് കുറച്ച് ജ്ഞാനമുണ്ടാകും. വർണ്ണിക്കുന്നതും മഹത്വപ്പെടുന്നതും പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയണമെന്നാണ് പറയുന്നത്. അതിനുശേഷം തുടർന്ന് അങ്ങ് വരികയാണ്. ഓരോ വാക്യത്തിലും യഹോവ ഭക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവത്തോടുള്ള ഭക്തി എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നു. തെറ്റുകൾ ഗ്രഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു. പാപങ്ങളെ അകറ്റി കാക്കണമേ എന്ന് പറയുകയാണ്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളുടെ മധ്യത്തിലാണ് ദാവീദ് ഇത് പറയുന്നത്. 8-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ വ്യക്തമാകും. 8-ാമത്തെ സങ്കീർത്തനത്തിലും ആകാശത്തെയും ആകാശവിധാനത്തെയും സൂര്യനെയും നക്ഷത്രത്തെയും ഒക്കെ നോക്കിയിട്ട്
8-ാം സങ്കീർത്തനം 3-ാം വാക്യം, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഞങ്ങൾ എന്താ കർത്താവേ, മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ ചെറിയ ഒന്നുമില്ലാത്തയാളാണ് പറയുന്നത് വി ആർ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, ആ കാരണം നമുക്ക് പറയാം. പക്ഷെ എന്നാലും മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണ് എന്ന ബോധ്യം ഈ കോവിഡ് കാലത്ത് ജീവിക്കുന്ന നമുക്ക് വളരെ വളരെ ബോധ്യമുണ്ട്. അപ്പോൾ ആർ വി ക്രൗൺ ഓഫ് ക്രിയേഷൻ ഓർ കൊറോണ ഓഫ് ക്രിയേഷൻ? ഈ അടുത്ത സമയത്ത് ഒരു ഓൺലൈൻ ആർട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു. എക്സിബിഷനിൽ ആർട്ടിസ്റ്റുകൾക്ക് പൊതുവിലുള്ള എക്സിബിഷൻ നടത്താത്തത് കൊണ്ട് അവരും സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെയാണ്. പക്ഷെ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഭവനത്തിലിരുന്ന് തന്നെ പെയിന്റിങ്, ചിത്രങ്ങൾ വരച്ച് ആർട്ട് വർക്ക് നടത്തിയിട്ട് ഓൺലൈനായിട്ട് പ്രദർശിപ്പിക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു കലാകാരനാണ്, ജോഷി പേരാമ്പ്ര. അദ്ദേഹം വരച്ചൊരു ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണുകയും ചെയ്തു. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ കോവിഡ് കാലത്തെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വരച്ചത്. ഒരു നല്ല ഫ്ലാറ്റുകളുടെ സമുച്ചയമാണ്, 2-3 ഫ്ലാറ്റുകൾ അടുത്തടുത്തുണ്ട്. ആ ഫ്ലാറ്റുകളുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കുട്ടികളും മുതിർന്നവരും മാസ്ക് കെട്ടി പുറത്തേക്ക് നോക്കുകയാണ്, ഇരുമ്പയുടെ പുറകിൽ നിൽക്കുന്നത് പോലെ, ഗ്രില്ലിന്റെ പുറകിൽ നിൽക്കുന്നത് പോലെ. അതിന്റെ ഫ്രണ്ടിൽ ഗേറ്റിന്റെ പുറത്തിരുന്ന് ഫ്രീ ആയിട്ടുള്ള സ്പേസിലിരുന്ന് ഈ കുട്ടികളെയും ഈ ആളുകളെയും മാസ്ക് ധരിച്ചിരിക്കുന്ന ആളുകളെ നോക്കി വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കുറെ നായകൾ പുറത്തിരിക്കുന്നു, ആളുകൾ അകത്ത് ജനലും പിടിച്ച് അകത്തിരിക്കുന്നു. എന്തൊരു വൈദ്യുതിയുമാണ്! ആദ്യം നായകളായിരുന്നു കൂട്ടിനകത്ത് ജനലിൽ നോക്കിയിരുന്നത്, ആളുകൾ പുറത്തായിരുന്നു. ഇപ്പോഴും ഈ കർഫ്യൂവിന്റെ സമയം 9 മണിയാക്കിയപ്പോഴും അതിൽ നേരത്തെ ആക്കിയപ്പോഴും ഒക്കെ അതിനുശേഷം നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ 10, 15, 20 നായകൾ ഒരുമിച്ച് ഇങ്ങനെ റോന്ത് ചുറ്റുന്നത് കാണാം. പണ്ട് ചെറുപ്പക്കാരൊക്കെ പോയിരുന്ന സമയമാണത്. ആ സമയത്ത് 7, 8, 9 മണിക്കൊക്കെ വണ്ടിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ വീട്ടിലാണ്. കാരണം പുറത്തിറങ്ങിയ പോലീസ് ചാർജ് ചെയ്യുന്നുള്ളത് കൊണ്ട് അത്തരം ചെറുപ്പക്കാരില്ല, പുതിയ ചെറുപ്പക്കാരാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലോക്ക്ഡൗണിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. എക്സെപ്റ്റ് മനുഷ്യൻ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു സാഹചര്യത്തില് നമുക്ക് പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ സമയത്ത്, ഈ വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതമായ ചിന്ത, ഈ ക്രിയേഷനിൽ മനുഷ്യൻ എവിടെയാണ്? മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭയഭക്തിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റി മുഴുവൻ മനുഷ്യന് കേന്ദ്രീകൃതമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഒന്ന് നോക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 1970-കളിൽ ഉണ്ടായ ഒരു സിദ്ധാന്തമാണ് ഗയ ഹൈപ്പോത്തസിസ്, ഗയ തിയറി, GAIA, ഗയ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗയ ഹൈപ്പോത്തസിസ് നിങ്ങൾക്ക് കിട്ടും. അത് ഒരു സയൻസിൽ ഒരു തിയറിയാണ്. അത് ഉണ്ടാക്കിയത് ജെയിംസ് ലവ്ലോക്ക് എന്നൊരു കെമിസ്റ്റും മാർഗലയസ് എന്ന പേരായ മൈക്രോബയോളജിസ്റ്റുമാണ്. ഈ മൈക്രോബയോളജി വളരെ പ്രശസ്തരായ 2 ശാസ്ത്രജ്ഞന്മാരാണ് ഈ മൈക്രോബയോളജിസ്റ്റും കെമിസ്റ്റും, ജെയിംസ് ലവ്ലോക്കും അതുപോലെ മാർഗലസും. ഈ എങ്ങനെയാണ് മനുഷ്യ ജീവജാലങ്ങളും സചേതനവും അചേതനവുമായിട്ടുള്ള വസ്തുക്കളെല്ലാം ചേർന്ന് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണിത്. ലിവിങ് ഓർഗാനിസംസ് ഇന്ററാക്ട് വിത്ത് ദ ഇനോർഗാനിക് സറൗണ്ടിങ്സ് ആസ് എർത്ത് to form a self-regulating complex system that helps to maintain and perpetuate the condition of the life of the planet. ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ ഈ ജീവജാലങ്ങളുടെ, സചേതനവും അചേതനവുമായിട്ടുള്ള ജീവജാലങ്ങളുടെ പങ്കിനെ കുറിച്ചാണ് അവരുടെ തിയറി. അതിലെ പ്രധാനമായിട്ടുള്ള അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും 2ആയി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ആയിട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ബാക്ടീരിയാസ്, അതുപോലെ ജീവികളാണ്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളുടെ വലിയ ഒരു ശേഖരവും, സ്ഥൂല ജീവികളായിരിക്കുന്ന മാക്രോകോസ്മസ്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വലിയതെന്ന് പറയുന്നവരുടെ ചെറിയ കൂട്ടവും. ആ ബാലൻസ് വളരെ വ്യത്യാസമാണ്.
ഈ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ബാക്ടീരിയകളും വൈറസുകളും കാഴ്ചയിൽപ്പെടാത്ത സൂക്ഷ്മാണുക്കളുമാണ്. കാണാത്ത ലോകമാണ്. കാണുന്ന ലോകം നോക്കി ഇതാണ് ലോകം എന്ന് കരുതിയാൽ അത് തെറ്റാണ്. ഈ തിയറി പറയുന്നതാണ്. ഇങ്ങനെ ഒരു ഡിവൈഡാണ്. ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്, മറ്റു ജീവജാലങ്ങൾ ജീവിക്കുന്നത്. ഈ ബാക്ടീരിയകളുടെ ലോകത്തിന് അപ്പുറത്തുള്ള ബാക്കിയുള്ള ജീവജാലങ്ങളുടെ കൂടെ മാത്രമേ മനുഷ്യനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലായിടത്തും ഈ സൂക്ഷ്മാണുക്കളാണ്. മനുഷ്യന്റെ വായിലും വയറ്റിലും കണ്ണിലും ചെവിയിലും മൂക്കിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബാക്ടീരിയാസ് ആണ്, അതിന്റെ വൈറസുകൾ, സൂക്ഷ്മജീവികളാണ്. ഭക്ഷണം കഴിച്ചാൽ ആ പോഷകാംശം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം മാറി വിസർജ്യമായിട്ട് പോകണമെങ്കിൽ പ്രവർത്തിക്കുന്നത് ഈ ബാക്ടീരിയാസ് ആണ്. എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നു? നമുക്ക് ലഭിക്കുന്ന തക്കാളിയോ പച്ചക്കറിയോ അത് ചീയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മാരകമായുള്ള കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയാസിന്റെ പ്രവർത്തനത്തെ ഇല്ലാതെയാക്കിയെന്ന് എൻ്റെ അർത്ഥം. അതുകൊണ്ട് കുറച്ചു കാലം അത് നിൽക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ സൂക്ഷ്മാണുക്കള് മനുഷ്യന്റെ ശരീരം മരിച്ചാലും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അഴുകിപ്പോകണമെങ്കിലോ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഈ സൂക്ഷ്മാണുക്കളാണ് നമ്മെ ഈ അഴുകൽ പ്രക്രിയയിൽ ഉള്ളത്. നമ്മുടെ വിശ്വാസ പ്രമാണം, നിക്കിയ വിശ്വാസ പ്രമാണം നമ്മൾ വായിക്കുമ്പോൾ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദൈവത്തെക്കുറിച്ച് നിക്കിയ വിശ്വാസ പ്രമാണം എന്താണ് പറയുന്നത്? അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നു. AD 325 നിർമ്മിച്ചപ്പോൾ കാണപ്പെടുന്നത് മാത്രമല്ല കാണപ്പെടാത്ത വലിയ ഒരു ലോകമുണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ്. ഗോഡ് ഈസ് അവർ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ പരിസ്ഥിതി ദിവസങ്ങളിലും മനുഷ്യനും കുറെ ചെടികളും കുറച്ച് പക്ഷിമൃഗാദികളും അതിൽ ഒതുങ്ങുന്നു പരിസ്ഥിതി. ഈ സൂക്ഷ്മാണുക്കളെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ റിയാക്ഷൻ അനുഭവിക്കുമ്പോഴാണ് അങ്ങനെ ഒരു മെജോറിറ്റിയെ നമ്മൾ അവഗണിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ്. 1950-കളിൽ റേച്ചൽ കേഴ്സൺ മുതലായ ആള് അവര് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അത് നമ്മുടേതായ ലോക്കൽ രീതിയിൽ നമ്മളൊന്ന് എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഈ കോഴിക്കോട് പട്ടണം, കോഴിക്കോട് ജില്ലയിലെ എല്ലാ മനുഷ്യരും ഈ കോഴിക്കോട് ജില്ല വിടുകയാണ് 25 വർഷത്തേക്ക്. 25 വർഷം ഈ കോഴിക്കോട് ജില്ലയിൽ ആരുമില്ല എന്ന് വിചാരിക്കും. നാലുകാലികളെയും പറവുകളെയും ഒക്കെ അഴിച്ചു വിട്ടതിന് ശേഷം 25 കൊല്ലം ഇവിടെ നിന്ന് എല്ലാവരും അങ്ങ് മാറി നിൽക്കുക. 25 കൊല്ലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമുണ്ടാവില്ല. മനുഷ്യനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് 1950-കളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി. മറിച്ച് ഒരു ഞാഞ്ഞൂളും ഒരു പൂമ്പാറ്റിയോ ചിതലോ അല്ലെങ്കിൽ ഉറുമ്പോ ഇത്തരം ജീവജാലങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ള ചിന്ത നേരത്തെ മുതലേ ഉണ്ട്. നമ്മൾ ഈ ജീവജാലങ്ങളെ ഒന്നും കണ്ണിൽ പെട്ടിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള റിഫ്ലക്ഷൻ ഒക്കെ സത്യത്തിൽ ആത്മീക ചിന്തകളായിട്ട് നമ്മൾ എടുക്കേണ്ട സമയമായി. കാരണം നമ്മൾ ലോക്ക്ഡൌണിലാണ്. സർവ്വസൃഷ്ടിയും ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം വർണ്ണിക്കുന്നു, സസ്യ ലതാദികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യർ ലോക്ക്ഡൌണിലാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു ചിന്ത നമ്മിലേക്ക് വന്നേ മതിയാവുക. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ക്രിയേഷൻ പ്രൊക്ലെയിംസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ലെറ്റ് us examine the creation of the crown of creation. ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ 5 ദിവസം ദൈവം സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 6ാമത്തെ ദിവസം എന്തൊക്കെയാ സൃഷ്ടിച്ചത്? മനുഷ്യനെ മാത്രമാണ് ചിലരൊക്കെ മനസ്സിലുണ്ടാകുന്നത്. 6ാമത്തെ ദിവസം മനുഷ്യനെ മാത്രമല്ല സൃഷ്ടിച്ചത്. 6ാമത്തെ ദിവസം സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ വാക്യം. അതത് തരം 5-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം 6ാമത്തെ ദിവസം പറയാണ്, അതത് തരം കന്നുകാലികൾ, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചരജന്തുക്കളെയും ഉണ്ടാക്കി, നല്ലതെന്ന് കണ്ടു. അനന്തരം ദൈവം സെയിം ഡേ ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യേക ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല.
പലപ്പോഴും നമ്മളുടെ ഉൽപ്പത്തി പഠനത്തിൽ മനുഷ്യന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് വരാറുണ്ട്. വേദപുസ്തകം സൂക്ഷ്മമായിട്ട് ഒരു റീറീഡിങ് നടത്തുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലും പർവ്വജാതികളിന്മേലും സർവ്വഭൂമിയിന്മേലും എഴിയുന്ന എല്ലാ ജന്തുക്കളുമേലും വാഴട്ടെ എന്ന് പറഞ്ഞു. ഈ വാഴട്ടെ എന്ന വാക്കാണ് ഡൊമിനിയൻ ഓവർ. ഈ വാക്കാണ് നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ട് എല്ലാത്തിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഇവരുടെ മേലെ വാഴുവാൻ മനുഷ്യനെയും ആക്കി. ഈ സൂര്യനും ചന്ദ്രനും ആരുടെ മേലെയും കീഴടക്കിയിട്ടില്ല. മനുഷ്യൻ മാത്രം എല്ലാ ജീവജാലങ്ങളെയും പിടിച്ചടക്കിക്കൊണ്ട് അവന് കൽപ്പിച്ചിട്ടില്ലാത്ത അധികാര ദുർവ്യയമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ 5-6 വാക്യങ്ങൾ ദൈവം പെട്ടുപോയി. മനുഷ്യനുണ്ടാക്കിയല്ലേ, ദൈവം ഒരു സൃഷ്ടി ഉണ്ടാക്കിയാലും ഇതുപോലെ പ്രയാസപ്പെട്ടിട്ടില്ല. വീട്ടിൽ പോയിട്ട് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. 6-ാമത്തെ അധ്യായം കേട്ടാൽ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇളക്കമുണ്ടാകണം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു ദുഃഖമുണ്ടെങ്കിൽ ആ ഒരു ദുഃഖം മനുഷ്യനാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ താൻ ഉണ്ടാക്കിയതിനെ, താൻ നിർമ്മിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം മനുഷ്യനാണ്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അവരെയൊക്കെ വിളിച്ചിട്ട് ദൈവം ഒരു അദാലത്ത് നടത്തുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ കലക്ടർ അദാലത്ത് നടത്താറുണ്ട്, മുഖ്യമന്ത്രി അദാലത്ത് നടത്താറുണ്ട്. പരാതിയൊക്കെ വന്ന് പറയാനായിട്ട് എല്ലാ ജീവജാലങ്ങളെയും വിളിച്ചു കഴിഞ്ഞാൽ ആ ജീവജാലങ്ങളൊക്കെ വന്ന് അതില് ആനയായാലും സിംഹമായാലും മണ്ണിരയായാലും കഴുതിയായാലും കോഴികളായാലും എല്ലാവരും വന്ന് ഒരേ സ്വരത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് മാത്രമേ അവർക്ക് പറയാനായിട്ടുണ്ടാവൂ. മനുഷ്യരാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമായിരിക്കുന്ന മനുഷ്യർക്ക് തിരിച്ചൊരാലോചന വരണം എന്നുള്ളത് ഈ പരിസ്ഥിതി ഞായറാഴ്ച നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. താൻ ഭൂമിയിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അവനെ ഓർത്ത് ദൈവം അനുതപിച്ചു. ഇനി രക്ഷയെക്കുറിച്ച് പറയാം. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു വന്നു എന്നൊരു ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ രക്ഷയെക്കുറിച്ച് പറയുന്ന താക്കോൽ വാക്യമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ചോദിച്ചാൽ ഏത് കുട്ടിയും പറയും, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ വന്ന കർത്താവ് എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ആ വാക്യം ഒന്ന് വായിക്കുക. മലയാളത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷിലെ സ്റ്റാർട്ട് എങ്ങനെയാണ്? ഗോഡ് ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്നവന് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. ആ ലോകത്തിൽ നീയും ഉണ്ട്. അല്ലാതെ ദൈവം നിന്നെ സ്നേഹിച്ചിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്നുള്ളൊരു വെസ്റ്റേൺ പഠിപ്പിക്കൽ നമുക്കുണ്ട്. പക്ഷേ ക്രിയേഷൻ പെർസ്പെക്റ്റീവ് തുടക്കം മുതൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം, ദൈവം സൃഷ്ടിച്ച ലോകം, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റീതിങ്കിങ് ആവശ്യമാണ്. ദൈവം സ്നേഹിച്ചത് മനുഷ്യനും മൃഗങ്ങളും ഈ വൈറസുകളും ഈ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും സ്ഥൂലജീവികളും ഒക്കെയുള്ള ഈ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. ആ ലോകത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന നിലയിൽ ഒരു ആന്ത്രപ്പോസെൻട്രിസം, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ചിന്ത മനുഷ്യരിൽ ഉണ്ടായതുകൊണ്ടാണ് അപ്രകാരം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. മനുഷ്യനെ മാത്രമല്ല, ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗോഡ് സോ ലവ് ദ വേൾഡ്. ആ ലോകത്തിൽ നമ്മളുണ്ട്. ആ സ്നേഹം നമ്മളിലൂടെ ഈ പ്രപഞ്ചത്തിന് കിട്ടണം. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന്റെ പരിപാലകരാകുവാൻ വേണ്ടിയാണ്. അത് നടന്നില്ല. മാത്രമല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ ഈ ലോകത്തുണ്ട്, പക്ഷെ നമ്മുടെ ആർത്തിക്കനുസരിച്ചിട്ടില്ല. നമ്മുടെ നീഡിനനുസരിച്ചിട്ടുള്ളത്, പക്ഷെ ഗ്രീഡിനനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടി പ്രയാസത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പരിഭവം സൃഷ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ റോമ
8:19-22 വാക്യങ്ങൾ. അവിടെ സൃഷ്ടിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സൃഷ്ടി വളരെ കാര്യമായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ വീഴ്ച സംഭവിച്ചത് ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്കുമല്ല, മറിച്ച് മനുഷ്യനാണ്. മനുഷ്യനെ ശപിക്കുന്ന സമയത്ത് ദൈവം മനുഷ്യനോട് പറഞ്ഞത് എന്താണ്? നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതാ റോമാലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളിൽ ഒരു മാറ്റമുണ്ടാകണം. കാരണം നിങ്ങളുടെ മാറ്റത്തിനായിട്ട് കാത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചമാണ്. മനുഷ്യനൊന്നു മാറി മനുഷ്യന്റെ നിലയിലേക്ക് വന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ സ്പേസ് കിട്ടും. അവരുടെ സ്പേസ് നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ലോക്ക്ഡൌൺ 21 ദിവസം ഫുള്ളായിട്ട് പൂട്ടിയിട്ട സമയത്ത് ജീവജാലങ്ങളൊക്കെ റീക്ലെയിമിങ് ദെയർ സ്പേസ് എന്നാണ് പറഞ്ഞത്. റീക്ലെയിമിങ്, നമ്മളിപ്പോ ഒരു അതിർത്തി തർക്കം ഉണ്ടായി, വേറൊരുത്തന്റെ അതിർത്തിയിലേക്ക് നമ്മൾ വേലി മാറ്റി കിട്ടിയാൽ എന്തൊക്കെ വഴക്കം ഉണ്ടാവുക. അതിനുശേഷം അവൻ വന്നു, പോലീസ് വന്നു, പട്ടാളം വന്നു, അതിനുശേഷം തിരിച്ച് അവൻ സമ്മർദ്ദം ഉപയോഗിച്ച് ആ വേലി തിരിച്ച് നമ്മുടെ ഒറിജിനൽ സ്ഥലത്തേക്ക് കെട്ടുവാൻ വേണ്ടിയിട്ട് നിയമത്തിന്റെ സഹായം തേടുന്നത് പോലെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ സ്പേസിലേക്ക് കടന്നു കയറിയ മനുഷ്യന്റെ വേലി പൊളിച്ച് അവൻ എവിടെയാണോ ദൈവം നിർത്തിയിട്ടുള്ളത് അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്. ഒരു ലോക്ക്ഡൗൺ ഒക്കെ അതിന്റെയൊക്കെ കാര്യമായിരിക്കാം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തില് പറയുന്നത് ഇപ്രകാരമാണ്: സൃഷ്ടി ദൈവപുത്രന്മാരുടെ സൺസ് ഓഫ് ഗോഡ്, വി ഓൾ ആർ സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 22-ാമത്തെ വാക്യം: സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. For we know that the whole creation has been groaning together in the pain of childbirth until now. സൃഷ്ടിക്ക് വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടെ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഈ വേദന അവസാനിപ്പിച്ച് മനുഷ്യനിലേക്ക് പതുക്കെ പ്രപഞ്ചം അങ്ങ് നീങ്ങാൻ തുടങ്ങിയോ? ഇതിനെല്ലാം കാരണക്കാരായ മനുഷ്യരെ അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് ഒന്ന് തള്ളി മാറ്റിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ വേല ചെയ്യണം. അതാണ് മാൻഡേറ്റ്. മാൻഡേറ്റ് എന്താണ്? നമ്മുടെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല സൃഷ്ടികളോടും സകല മനുഷ്യരും സകല ജനതകളോടും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഉണ്ടെങ്കിൽ, മാർക്കോസിന്റെ സുവിശേഷം, ആദ്യം എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Go into all the world and preach the gospel to all creation. നിങ്ങൾ പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാനാണ്. സർവ്വ സൃഷ്ടികൾക്കുമാണ് സുവിശേഷം. അതുകൊണ്ട് ദൈവം വീണ്ടെടുക്കുന്നത് മനുഷ്യനെ മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തെയുമാണ്. ഇന്ന് വായിച്ച 2-ാമത്തെ വേദഭാഗത്തിൽ നമ്മൾ കണ്ടെന്താണ്? ഇതാ മനുഷ്യനോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വീഴുന്നതാ കണ്ടത്. എവിടേക്കാണ് വീഴുന്നത്? മനുഷ്യനിലേക്കാണ്, ഭൂമിയിലേക്കാണ്. ഭൂമിയുടെ ഒരു റിന്യൂവൽ, മനുഷ്യന്റെ പുതുക്കം പോലെ തന്നെ ഭൂമിയുടെ ഒരു പുതുക്കവുമാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവാഞ്ചലിസത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗുഡ് ന്യൂസ് ടു ഓൾ ക്രിയേഷൻ. ഇനി അടുത്തത് സ്വർഗത്തെ കുറിച്ചുള്ള ദർശനത്തിലേക്ക് വരാം. വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷിപ്പാണ്, ആരാധനയാണ്. അതിലെ 4 ജീവികളും 24 മൂപ്പന്മാരും ഒരു ബഹുസഹസ്രം ആളുകളും അങ്ങ് നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ സെന്ററിൽ ആരാണ് നടുക്ക്? അത് വലിയ ശക്തിമാനായിട്ടുള്ള ദൈവമല്ല, യേശുവല്ല. അവിടെ പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാ. അവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇമേജ് അല്ല, ദ സ്ലെയിൻഡ് ലാംബ്, അറുക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാടിന്റെ രൂപം. അപ്പൊ മനുഷ്യനല്ല അവിടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, മറ്റ് ഇമേജസും ദൈവം എടുക്കുന്നുണ്ട്. താൻ മനുഷ്യനായി തീർന്ന ദൈവം അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന നിലയിലാണ് അവിടെ വർഷിപ്പിന്റെ ആ ഒരു സമയത്ത് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആടിനും മരങ്ങൾക്കും അതത് തരം ഫലങ്ങൾ കൊടുക്കുന്ന മരം, സ്വർഗത്തിലെ മരങ്ങൾ, ജീവജാലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ നമുക്ക് ഹെവൻലി വർഷിപ്പിൽ കാണാൻ സാധിക്കും. എവിടെയാണ് മനുഷ്യന് മാത്രം ഈ ലോകം എന്ന് പറയുന്നത്? സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂടെ എന്നൊരു ചോദ്യം. നമുക്ക് ഇന്നത്തെ ഗുഡ് ന്യൂസിലേക്ക് വരാം. ഡു നോട്ട് ബി അഫ്രൈഡ്, ക്രിയേറ്റർ ഈസ് ഇൻ കൺട്രോൾ. ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും സ്രഷ്ടാവായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വസ്തുതയാണ് ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്കറിയുന്ന ഒരു നറേറ്റീവാണ്, ഒരു വിശദീകരണമാണ്. യേശുവും ശിഷ്യന്മാരും പടകിൽ കയറി പോവാണ്.
യേശു കർത്താവ് പടകിൽ കയറി പോകുമ്പോൾ ചിലർക്കൊക്കെ ഈ പടകിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോയിട്ട് വെറുതെ നിൽക്കാൻ പോലും സാധിക്കും, അത്രയും പേടിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഈ ബുക്കുവന്മാരായിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ ആളുകൾ യേശുവിന്റെ ശിഷ്യന്മാരുള്ളത് കൊണ്ട് അത്തരം ഭയത്തിന് അവിടെ പ്രസക്തിയില്ല. അവർ പോകുന്ന സമയത്ത് വലിയ കാറ്റും കടൽക്ഷോഭവും ഉണ്ടായി. വലിയ കാറ്റും കടൽക്ഷോഭവും ഉണ്ടായി. അവർ പ്രാണഭയത്തിലായി. ഈ ചുറ്റും വലിയ കാറ്റ്, വലിയ പ്രശ്നങ്ങള്. നമ്മളാണെങ്കിൽ മുങ്ങാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ബോട്ടിൽ. പലരുടെയും ജീവിതം അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ എവിടെ നോക്കിയാലും വെള്ളം, എവിടെയും ഒന്ന് കാലു വെക്കാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം സങ്കീർണതയുടെ അനുഭവത്തില് ചുറ്റുമടിക്കുന്ന ഈ കൊടുങ്കാറ്റിന്റെയും വെള്ളത്തിന്റെ ഉയർച്ചയുടെയും മധ്യത്തില് പേടിച്ചു പോകുന്ന ഒരു കൂട്ടർ. ആ കൂട്ടരായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് പോപ്പ് ഫ്രാൻസിസ് പിതാവിന്റെ ഒരു പ്രഭാഷണം തന്നെ ഈ ബോട്ടാണ്. കടലില് ആടി ഉലയുന്ന ഈ ബോട്ട്, ചുറ്റുമുള്ള കൊടുങ്കാറ്റ് എന്ന് പറയുന്ന കോവിഡിന്റെ ഒരു വലിയ വ്യാപനത്തെയാണ് അദ്ദേഹം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചിന്തിച്ചിരിക്കുന്നത്. അതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ ആരാണ്? അവർ കണ്ടെത്തുന്നു, നീയാണ്. ആരാണ് ഈ കിടന്നുറങ്ങുന്ന ആള്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ആരാണ്? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ കുഴപ്പത്തിനും കാരണം എന്താണ്? എന്നാലും ദൈവം എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നേ നമ്മൾ അവസാനം പറയുള്ളൂ. നമ്മൾ ചെയ്ത കുഴപ്പം മൂലം നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെ ആയിരിക്കും. പക്ഷെ ഇവിടെയുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും, അടുത്തതാണ്, വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു. വെള്ളത്തിന് കോപമുണ്ട്, പ്രകൃതിക്ക് കോപമുണ്ട്, കാറ്റിന് കോപമുണ്ട്, കാടിന് കോപമുണ്ട്, വന്യമൃഗങ്ങൾക്ക് കോപമുണ്ട്, വൈറസുകൾക്കും അതുപോലെ തന്നെ ബാക്ടീരിയകൾക്കും സൂക്ഷ്മജീവികൾക്കും കോപമുണ്ട് എന്നുള്ള ഒരു ജൈവാത്മകമായ ഒരു കോസ്മിക് ബോഡി എന്ന അർത്ഥത്തിലാണ് മനുഷ്യനെ തന്നെ കാണുന്നത്, പ്രപഞ്ചത്തെ തന്നെ കാണുന്നത്. അവിടെയാണ് വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. എന്നിട്ട് ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? വേർ ഇസ് യുവർ ഫെയ്ത്ത്? എന്താണ് വിശ്വാസം വേണ്ടത്? എന്ത് വിശ്വാസമാണ് വേണ്ടത്? അത് കഴിഞ്ഞ് അവർ പറയുന്ന വാക്കില് വ്യക്തമാണ്. എന്താണ് അത് കഴിഞ്ഞ് പറയുന്നത്? ഇവൻ ആർ, അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. കാറ്റിനോട് കൽപ്പിച്ചപ്പോൾ കാറ്റ് അനുസരിക്കുന്നു, വെള്ളത്തോട് കൽപ്പിച്ചപ്പോൾ വെള്ളം അനുസരിക്കുന്നു. മനുഷ്യരോട് കൽപ്പിച്ചാൽ മനുഷ്യന് മാത്രം അനുസരിക്കില്ല. അപ്പൊ വെള്ളത്തെ സൃഷ്ടിച്ചവനും കാറ്റിനെ സൃഷ്ടിച്ചവനും മനുഷ്യനെ സൃഷ്ടിച്ചവനും ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ് എന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യം. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ചാൽ പ്രപഞ്ചം നിങ്ങളെ അനുസരിക്കും. ദൈവത്തെ വിശ്വസിക്കാതെ പ്രപഞ്ചത്തെ സപ്രസ് ചെയ്യാൻ നോക്കിയാൽ പ്രപഞ്ചം ചിലപ്പോൾ അനുസരിച്ചു എന്ന് വരികയില്ല. നിങ്ങളുടെ ബൗണ്ടറി എവിടെയാണോ അവിടെ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തുവാൻ പ്രപഞ്ചം ഒരുപക്ഷെ ശ്രമിച്ചേക്കും. കടലിലെറിഞ്ഞ, നദിയിലെറിഞ്ഞ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ ഈ കഴിഞ്ഞ സമയത്ത് വെള്ളപ്പൊക്കത്തിൽ നീ എടുത്ത മക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ടൊന്ന് തള്ളിയ കഥ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, COVID-19 ഒരു വാക്സിൻ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി മാറിയില്ല എങ്കിൽ ഇതിനപ്പുറത്തുള്ള വൈറസുകൾ വരാനുള്ള എല്ലാ സാധ്യതകളും, സൂക്ഷ്മജീവികളുടെ റിയാക്ഷൻസ്, പ്രതികരണം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ സാധ്യതകളും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടുള്ള മനുഷ്യരുടെ ഈ റെസ്ട്രിക്ഷൻ, ലോക്ക്ഡൗൺ കൊണ്ട് മാത്രം ഒരുപക്ഷെ ഇപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒരു താൽക്കാലിക ശമനം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ പോലെ ആകാൻ സഹായിക്കും. പഴയ പോലെ നമ്മളങ്ങ് ഒരു കൺട്രോളും ഇല്ലാത്ത, ഒരു നിയന്ത്രണവും ഇല്ലാത്ത ജീവിതം, ആ ജീവിതം കൊണ്ട് ഇനിയും ഒരു ആഗോള താപനത്തിലേക്ക് പോയാൽ, ഗ്ലോബൽ വാർമിങ്ങിലേക്ക് പോയാൽ, ധ്രുവങ്ങളിലെ മഞ്ഞുരുകിയാൽ, അവിടെ മഞ്ഞുപാളികളിൽ ഉറഞ്ഞിരിക്കുന്ന ഫോസിലുകളിൽ ഉള്ള ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും ഒന്ന് ആക്റ്റീവ് ആയാൽ അടുത്തു വരാൻ പോകുന്ന പാൻഡമിക്കിനെ കുറിച്ച്, ഇപ്പോൾ പാൻഡമിക് ആണല്ലോ, ആദ്യം എപ്പിഡമിക് ആയിരുന്നു. വിമാനയാത്രയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വൈറസിന് ഏത് സ്ഥലത്തും എത്താമെന്ന രീതിയിലേക്ക് ലോകം മുഴുവനും വ്യാപിക്കുന്ന തലത്തിലേക്ക് വന്നു. അതിനുള്ള സാധ്യതകൾ അറിയാം. നമുക്ക് ഈ കൊറോണയെ കൊല്ലാൻ പറ്റില്ല. നമ്മൾ നിസ്സഹായരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യുദ്ധം അവസാനിപ്പിച്ച് മാറി നിൽക്കുക. അതിനാണ് നമ്മൾ കൈ കഴുകുന്നത്.
അതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നത്, അതിനാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്, അതിനാണ് വാക്സിൻ എടുക്കുന്നത്. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത്രയും ബലശാലിയായ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ എന്ത് ഈ വൈറസിനെ കൊല്ലാൻ സാധിക്കാത്തത്? തിരിച്ച് നമ്മുടെ ഡിസ്റ്റൻസിലേക്ക് മാറിയിരിക്കുകയാണ്, നമ്മൾ ഡിസ്റ്റൻസിലേക്ക് മാറിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കോവിഡ് കാലം, കോവിഡ് ആനന്തരം നീ എങ്ങനെയാകണം, ഞാൻ എങ്ങനെയാകണം, അതിനുള്ള പരിശീലനമാണ് ലോക്ക്ഡൗൺ. ഈ ഒരു പരിസ്ഥിതി ഞായറാഴ്ചയില് സഭ ചിന്തിക്കേണ്ടത്, ജനം ചിന്തിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ലോക്ക്ഡൗൺ അത് കഴിഞ്ഞു പോകുമ്പോൾ പഴയ കാലം ആവർത്തിക്കാനാണെങ്കിൽ ഈ കാലം ഇനിയും ആവർത്തിക്കപ്പെടും. ഒരു പ്രവാചക ശബ്ദം പോലെ ഇത് നമ്മുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ഇവിടുത്തെ തീർത്ഥാടകരാണ് എന്ന ബോധ്യം. ഫ്രാൻസിസ് പിതാവിന്റെ വാക്കുകളായാലും ഒക്കെ പറയുന്നത് ഇവിടുത്തെ തീർത്ഥാടകരാണ്. വഴിയാത്രക്കാരൻ സത്രം ഉപയോഗിക്കുന്നത് പോലെ വേണം, വാടകക്കാരനായിട്ട് നിൽക്കുന്ന പോലെ ഒരു സത്രം ഉപയോഗിക്കുന്ന പോലെ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ. ടൂറിസ്റ്റ് വരുന്നത് പോലെയല്ല. ടൂറിസ്റ്റ് പൈസ കൊടുക്കുന്നത് കൊണ്ട് അവൻ എങ്ങനെയും നശിപ്പിച്ചു പോകും. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇടും, അതുപോലെ അവനുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപേക്ഷിച്ചു പോകും. പക്ഷെ ഒരു തീർത്ഥാടകൻ അങ്ങനെയല്ല. ഒരു തീർത്ഥാടകൻ ആ തീർത്ഥാടന യാത്രയിൽ ഒരു വഴിയമ്പലത്തിൽ താമസിക്കുകയാണെങ്കിൽ ഇനിയും തീർത്ഥാടകർ ഇവിടെ വരും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ എനിക്ക് ഈ റൂം ലഭിച്ചത് അതുപോലെ അടുത്തയാൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ക്ലീനാക്കി, നീറ്റാക്കി, സൂക്ഷിച്ച്, ഉപയോഗിച്ച് കൈമാറുന്നവരാണ് തീർത്ഥാടകർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം, ഈ ഭൂമിയിലെ തീർത്ഥാടകരെ പോലെ ആകണം എന്നുള്ളൊരു ചിന്ത, ഈ ഒരു സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഇമേജറി ആണല്ലോ പ്യൂപ്പയും കാറ്റർപില്ലറും, അത് കഴിഞ്ഞ് പൂമ്പാറ്റയും. കാറ്റർപില്ലറിന്റെ ജീവിത രീതി സകല ഇലകളെയും തിന്ന് നശിപ്പിക്കും, പറ്റാവുന്നിടത്തോളം തിന്നങ്ങ് കൂട്ടും. അതിനുശേഷം അതിനെ പിടിച്ച് ലോക്ക്ഡൗൺ ആക്കും. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ പ്യൂപ്പയാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് കുറച്ച് കാലമുണ്ട്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് വളരെ മനോഹരമായ ചിത്രശലഭമായിരിക്കും. ആ ചിത്രശലഭം പഴയതുപോലെ ഇലയെ നശിപ്പിക്കില്ല, മറിച്ച് ഏറ്റവും മനോഹരമായ പുഷ്പങ്ങളിലേക്കും വർണ്ണപ്പകിട്ടുള്ള ആകാശത്തിലേക്കും പറന്നു നടക്കുന്ന നിരുപദ്രവകാരികളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് ബട്ടർഫ്ലൈയുടെ, ചിത്രശലഭത്തിന്റെ ജീവിതാവസ്ഥ. ഈ ലോക്ക്ഡൗൺ കാലം, പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതി ഞായറാഴ്ച നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അവസ്ഥ പ്യൂപ്പയിലേക്കാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം, ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം, ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഇത് കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതശൈലിയുമായിട്ട് പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ ഭാഗം മാത്രമാണ് ഞാനെന്നും, എൻ്റെ സ്പേസ് ഉണ്ട്, അതിൽ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുവാനുള്ള ഒരു ഹ്യൂമിലിറ്റി, ഒരു ഇക്കോളജിക്കൽ ഹ്യൂമിലിറ്റി, പാരിസ്ഥിതികമായിട്ടുള്ള ഒരു എളിമ മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു. മനുഷ്യൻ ലോക്ക്ഡൗണിലാണ്. മനുഷ്യനും സർവ്വ സൃഷ്ടികളും ഒരുമിച്ച് ദൈവം നമ്മെ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ലോകത്താക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട്, പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന അതിർവരവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. തലകളെ വണക്കി പ്രാർത്ഥിക്കും.